ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഇപ്പോൾ തൊട്ട് ഏട്ടൻ ഇന്നും ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഐറ്റംസാണ് വൈകിട്ട് കഴിക്കുക. നല്ല വെയിറ്റ് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. കുറേ പേർക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആവണില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തത്. ഒരു 8 ചപ്പാത്തിക്കുള്ളത് ഞാൻ പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തു. നല്ലപോലെ ഇത്തിരി നേരം അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കൈമ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ അടച്ചു വെച്ചു. പിന്നെ ഏട്ടൻ വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കുകയല്ലേ വേണ്ടുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നല്ല സൺ ടാനൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തിരി നാളികേരത്തിൻ്റെ പാലുണ്ടല്ലോ, അപ്പോൾ അത് വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ ചിരകിയ പാടത്തിരി പിഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തു അതിലേക്ക്. എന്നിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതവിടെ വെച്ചു. അപ്പോൾ തണുത്ത പാലുണ്ടല്ലോ, കാച്ചാത്ത പാൽ, അതൊരിത്തിരി എടുത്തിട്ട് ഒരു കോട്ടൻ്റെ പീസിൽ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. നല്ലൊരു ക്ലെൻസറാണ് കാച്ചാത്ത പാൽ തണുപ്പിച്ചെടുത്തിട്ട്. അത് ഡെയിലി നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണത് നല്ലതാണ് കേട്ടോ. മുഖം ഫേസ് നല്ല ക്ലീൻ ആവാൻ ഏറ്റവും സൂപ്പർ സാധനമാണിത്. അപ്പോൾ തന്നെ നല്ല ഒരു ബ്രൈറ്റായ പോലെ തോന്നും ഫേസ്. അപ്പോൾ പിന്നെ ഞാനത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ നമ്മുടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഫേസ് പാക്ക് ഉണ്ടല്ലോ, അത് ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് ചെറുന്നനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു 20 അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും ഫേസിലത്തെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ ഒക്കെ കയ്യിലേക്ക് നല്ലപോലെ ഇങ്ങനെ പിരിഞ്ഞ് മുഖത്തൊക്കെ പോകുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ നല്ലോണം ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു. അപ്പോൾ താഴത്തേക്ക് ഞങ്ങൾ കുളിച്ച് വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേലേക്കൊന്നും ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൈ താഴെ ഒന്ന് പിടിച്ചിട്ട് പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തു വിട്ടു. അപ്പം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ പീസ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവും ഒന്നും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് നല്ല റിസൾട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ 2-3 കാണിച്ചിട്ടുണ്ട്. മുന്നേ ഒരു ഫേഷ്യൽ, പിന്നെ അതിന് ശേഷം ഒരു ഫേസ് പാക്ക് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് 3 നല്ല സൂപ്പർ റിസൾട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് തക്കാളിയുടെ ജ്യൂസൊക്കെ ഫേസിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലർജി പോലെ ചെറിയ പിന്നെ കുരുക്കളൊക്കെ പൊന്തണ പോലെ തോന്നാറുണ്ട്. പക്ഷേ ഈ നമ്മുടെ നാളികേര പാല് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ നല്ല വേനൽക്കാലമല്ലേ, ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒന്നുകൂടി നല്ല റിസൾട്ടാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്ക് ചെയ്യാത്തവരൊക്കെ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്ന് രാവിലത്തെ മീൻ കറിയാണ് ഇട്ടത്. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വറ്റ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ നോക്കി, പിന്നെ കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ വരുമ്പോഴേക്കും കറിയൊക്കെ ആവണമല്ലോ. അപ്പോൾ പിന്നെ ഒരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കാണിക്കാം. അങ്ങനെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ഇത്തിരി സവോളയും പിന്നെ പച്ചമുളക് നീളനരിഞ്ഞത് 2-3 ഇട്ട് കൊടുത്തിട്ട്, എരിവ് കുറവുള്ളതാണത്. അതിന് ശേഷം നീളനരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ തക്കാളി ഒരു 3 എടുത്തിട്ട്, ചെറിയ തക്കാളി 3 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി 2 ടീസ്പൂണ് ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടി 1.5 ടീസ്പൂണും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ടും ഉണ്ടാക്കാം. ഞാൻ പക്ഷേ തിക്ക് ഗ്രേവി ആക്കിയില്ല. വൈകിട്ട് ചപ്പാത്തിയിലേക്കും വേണം. അത് കാരണം കൊണ്ട് ഇത്തിരി ഗ്രേവി ആക്കിയിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. ഉലുവ ഒന്ന് മൂത്തതിന് ശേഷമാണ് പിന്നെ സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ 1-2 വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു മുളക് കറി ഇതേപോലെ വെക്കുന്നത്. അപ്പോൾ ഉലുവ പൊട്ടിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കസൂരി മേത്തിയൊക്കെ
ഇടുമല്ലോ, ഉലുവയുടെ ഇലയാണെങ്കിൽ കസൂരി മേത്തി, അത് ഇടുമ്പോഴുള്ള ഒരു സ്മെല്ല്. പക്ഷെ അത് ഇങ്ങനത്തെ മുളക് കറിയിലേക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന മീനിൻ്റെ പീസ് ഉണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പുളിവെള്ളം കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇതേ കണ്ടില്ലേ, നല്ലപോലെ കറിയൊക്കെ അത്യാവശ്യം വറ്റി ഒത്തിരി കുറുകിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോഴേക്കും ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കി വെച്ചു. വേണമെങ്കിൽ നമുക്ക് ചുവന്നുള്ളി പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഉള്ളി മീൻ കറി കാച്ചണ പോലെ കാച്ചി കൊടുക്കാം. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാനത് രണ്ടും ചെയ്തില്ല. നമ്മൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉള്ളി ആദ്യം വഴറ്റിയതൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കഴിച്ചത്. അതിന് ശേഷം മുതിര, ഇന്ന് രാവിലെ പുട്ടും മുതിരയായിരുന്നു. അപ്പോൾ ഇത്തിരി മുതിര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ മുതിര കൊണ്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു മുതിര ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്, മുതിരയും മുട്ടയും കൂടിയിട്ടിട്ട്. അപ്പോൾ ഇത് അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഇതൊരു തട്ടുകട സ്റ്റൈലിൽ മുതിര ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് സവോളയും പിന്നെ വെളുത്തുള്ളി നീളനരിഞ്ഞതും ഇട്ട് കൊടുത്തത്. അതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ കുത്തിയ മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് വേവിച്ച പിന്നെ മുതിരയാണിത്. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല. എന്നിട്ട് മുതിര അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മുതിര ഇട്ട് കൊടുത്തതിന് ശേഷം 2 മുട്ട അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ അത് പിന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല കുത്തിപ്പൊരി ഉണ്ടാക്കണമല്ലോ നമ്മൾ മുട്ട കൊണ്ട്, അതേപോലെ നല്ല വേറിട്ട് ഇങ്ങനെ ഉലർന്ന് വരും. അപ്പോൾ ഇത് ചാച്ചിക്കുട്ടി അപ്പോഴേക്കും ചോദിച്ചു തുടങ്ങിയിട്ടോ. ചാച്ചുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചാച്ചുവിന് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അവളത് കഴിച്ചു. പിന്നെയും വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇത് ആയപ്പോൾ നമ്മൾ ഇറക്കി വെച്ചു. അതിന് ശേഷം മീൻ വറക്കാനുള്ളതാണ് കേട്ടോ. മീൻ വറ്റ തന്നെയാണ്. അതിലേക്ക് ഉപ്പും മുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇല ഇത്തിരി സുറക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ് ഇത് വറ്റ. അങ്ങനെ അത് വറുത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചാച്ചുക്കുട്ടി ഇത് മൊത്തം ഇന്ന് അടുപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് നേരം TV കാണാനും കളിക്കാനോ വെച്ചെങ്കിൽ അടുപ്പിൻ്റെ അവിടെ നല്ല വെയിലായിരിക്കും. ഞാൻ കറണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത കാരണം കൊണ്ട് ഇപ്പോൾ നല്ല വൈകിയായിരിക്കുന്നു. അതാണ് അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇത്തിരി വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചിക്കുട്ടി ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഓടുണ്ടല്ലോ, ഓടിൻ്റെ ഏറ്റവും തെറ്റത്ത് ഞാൻ അടിക്കുന്നതിൻ്റെ അവിടെ ഉള്ള ഓട് ഒന്ന് ഇളകിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാച്ചിക്കുട്ടി വെച്ചെങ്കിൽ എപ്പോഴും വന്ന് അതുമ്മേ നിന്നിട്ട് ആട്ടിയിട്ട് നിൽക്കും. അപ്പോൾ ഞാനത് അവളോട് ആട്ടെല്ലാം നീങ്ങി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് കറണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കണ്ടത് നല്ല ഇരുട്ടാണ്. അപ്പോൾ ചോറ് വിളമ്പി. ഇന്ന് കുറച്ചും കൂടി ബാക്കി അരി ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഒരു ഇത്തിരി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് വെച്ചാൽ അവിടെ ഇരിക്കും. അപ്പോൾ അതെടുത്തിട്ട് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻകറിയും ഉപ്പേരിയും പിന്നെ മീൻ വറുത്തൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.